ഹലോ എവ്രി വൺ, വെൽക്കം ടു കുട്ടി ക്രോണിക്കിൾസ്. നമ്മുടെ രുക്കു ബേബിക്ക് ഇപ്പോൾ 8 months ആണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ രുക്കു ബേബിയും കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഡേയിൽ രുക്കു ബേബി കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ എന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ രുക്കു ബേബിക്ക് പ്രിപ്പയർ ചെയ്തത് സ്റ്റീം ചെയ്തെടുത്ത അവക്കാഡോയും ഏത്തപ്പഴവുമാണ്. രുക്കു ബേബിക്ക് അവക്കാഡോ ശരിക്കും ഇഷ്ടമാണ് കേട്ടോ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിന്റെ ക്ഷീണമൊക്കെ രുക്കുവിന്റെ ഫേസിൽ കാണാനുണ്ട്. പാലൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളാക്കിയിട്ടായിരിക്കും രുക്കു ബേബി ബെഡിൽ നിന്ന് എണീറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 10-നുള്ളിൽ ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുളിക്കാനൊക്കെ റെഡി ആവുന്നതിന് മുന്നേ തന്നെ വീണ്ടും രുക്കു ബേബിക്ക് പാല് കുടിക്കണം. ഇതിനിടയിൽ അവൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ കഴിക്കും. പിന്നെ കുളിയും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് ഞാൻ റെഡിയാക്കിയത് രുക്കു ബേബിക്ക് കാടമുട്ട വെച്ചിട്ട് ഓംലെറ്റും തൈരും പിന്നെ നമുക്ക് ഉണ്ടാക്കിയ തോരനാണ്. ഇത് ക്യാബേജും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ്. തോരൻ ഞാൻ ശരിക്കും ഫുള്ളി കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉപ്പിടുന്നത്. ഇപ്പോൾ രുക്കു ബേബിക്ക് വേണ്ടിയിട്ടുള്ള തോരൻ ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തത്. ബേബീസിന് 1 വയസ്സാവുന്നവരെ ഉപ്പ് കൊടുക്കരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അത്? അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓംലെറ്റിൽ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനും ബിജോയും യൂഷ്വലി തൈരിൽ ഉപ്പിട്ട് കഴിക്കാറില്ല. അപ്പോൾ തൈരിൽ നമ്മൾ രുക്കു ബേബിക്കും ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. രുക്കു ബേബി ഏതായാലും ഇന്ന് കാര്യമായിട്ട് ചോറൊക്കെ കഴിച്ചോട്ടോ. സാധാരണ അവൾക്ക് ഇതുപോലെ ചോറ് ഉടച്ചു കൊടുക്കുന്നത് കഴിക്കാൻ ഭയങ്കര മടിയാണേ. നമുക്ക് രാത്രിയിലെ ഡിന്നറിന് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ രുക്കു ബേബിക്ക് വേണ്ടിയിട്ട് അപ്പം ഒരു കുഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. ഡിന്നറിന് മുന്നേ വൈകിട്ടത്തെ സമയത്ത് രുക്കു ബേബി ചിലപ്പോൾ ഒരു സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കും. പക്ഷേ ഇന്ന് രുക്കു ബേബി ഒന്നും കഴിച്ചില്ല, പാല് മാത്രമേ കുടിച്ചുള്ളായിരുന്നു. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ്സിൻ്റെ സ്കിന്ന് നമുക്ക് ഈസി ആയിട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് ആ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മിൽക്കും ആഡ് ചെയ്യാം കേട്ടോ. ഫോമിൽ തീർന്ന കാരണം ഇപ്രാവശ്യം ഞാൻ ബ്രസ്റ്റ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. രുക്കു ബേബി ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ചപ്പാത്തി കഴിക്കുന്നത്. അവൾക്ക് ഏതായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രുക്കു ബേബിക്ക് ഇന്ന് ഹൈ ചെയർ കിട്ടിയ ദിവസം കൂടിയാണ് കേട്ടോ. ഈ ഹൈ ചെയറിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹൈ ചെയറിന്റെ അൺബോക്സിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹൈ ചെയറിലിരുന്ന് രുക്കു ബേബി ചപ്പാത്തി കഴിക്കുന്ന ഇച്ചിരി ഫണ്ണൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് കയ്യിൽ ഞാൻ ചപ്പാത്തി കൊടുത്തപ്പോൾ കഴിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവൾ ശരിക്കും ചെയ്തത് ഇതാണ്. അപ്പോൾ നമുക്ക് രുക്കു ബേബിയുടെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.